إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الحدي هدي محمد صلى الله عليه وعلى آله وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها المسلمون عباد الله الله سبحانه وتعالى അങ്ങേയറ്റം മഹത്വപ്പെടുത്തിയ ഒരു മഹത്തായ ദിവസത്തിലാണ് ഇന്ന് നാം ഉള്ളത്. എന്തുകൊണ്ടാണ് ഈ ദിവസത്തിന് അങ്ങേയറ്റം മഹത്വമുള്ളത്? ഒന്നാമതായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസത്തെ കൊണ്ട് സത്യം ചെയ്തു. ഖാല അല്ലാഹു അസ്സ വജൽ വശാഹിദിൻ വമശ്ഹൂദ്, സാക്ഷിയും സാക്ഷ്യം വഹിക്കപ്പെടുന്ന കാര്യം തന്നെയാണ് സത്യം. മുഫസ്സിരീങ്ങൾ പറഞ്ഞു, മഷ്ഹൂദ് അഥവാ സാക്ഷ്യം വഹിക്കപ്പെടുന്ന കാര്യം എന്നാൽ അത് നഹ്റിന്റെ ദിവസമാണ്, അഥവാ ബലിയുടെ ദിവസമാണ്. വഖാല അല്ലാഹു അസ്സ വജൽ വശഫ്ഇ വൽ വത്ർ, ഇരട്ടയും ഒറ്റയും തന്നെയാണ് സത്യം. വശഫ് എന്ന് പറഞ്ഞാൽ മുഫസ്സിരീങ്ങൾ പറയുന്നു അത് നഹ്റിന്റെ ദിവസമാണ്, യൗമുൻ നഹ്ർ, യൗമുൽ അദ്ഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസത്തെ കൊണ്ട് സത്യം ചെയ്ത് പറഞ്ഞിരിക്കുന്നു, ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസത്തിന്റെ ഖൈറും ബറക്കത്തും സാക്ഷ്യം വഹിക്കുന്നവരാണ്. ജനങ്ങൾ അതിന്റെ ഈ ദിവസത്തിന്റെ മഹത്വം തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസത്തെ തൊട്ട് സത്യം ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസത്തെ വിശേഷിപ്പിച്ചത് മഹത്തായ ഹജ്ജിന്റെ ദിവസം എന്നാണ്, യൗമുൽ ഹജ്ജിൽ അക്ബർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസത്തെ അപ്രകാരം വിശേഷിപ്പിച്ചിട്ടുള്ളത് ഹജ്ജിന്റെ മഹത്തായ ഉന്നതമായ കർമ്മങ്ങൾ നിർവഹിക്കപ്പെടുന്നത് ഈ മഹത്തായ ദിവസത്തിലായതുകൊണ്ടാണ്. ഖാല അല്ലാഹു അസ്സ വജൽ വഅദാനും മിനല്ലാഹി വറസൂലിഹി ഇലന്നാസ് യൗമൽ ഹജ്ജിൽ അക്ബർ അന്നല്ലാഹ ബരീഉം മിനൽ മുശ്രികീന വറസൂലുഹു. മഹത്തായ ഹജ്ജിന്റെ ദിവസത്തിൽ അല്ലാഹുവിൽ നിന്നും അവന്റെ റസൂലിൽ നിന്നുമുള്ള അറിയിപ്പ് ഇപ്രകാരമാണ്, അന്നല്ലാഹ ബരീഉം മിനൽ മുശ്രികീന വറസൂലുഹു, അല്ലാഹും അവന്റെ റസൂലും മുശ്രിക്കീങ്ങളെ തൊട്ട് അവർക്ക് യാതൊരു ബാധ്യതയുമില്ല. സഹോദരങ്ങളെ, മൂന്നാമതായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസത്തെ മുഅ്മിനീങ്ങളുടെ ഈദിന്റെ ദിവസമാക്കിയിരിക്കുന്നു, മുസ്ലിമീങ്ങളുടെ ആഘോഷത്തിന്റെ ദിവസമാക്കിയിരിക്കുന്നു. തീർച്ചയായും അല്ലാഹുവിന്റെ മുഅ്മിനീങ്ങളായിട്ടുള്ള അടിമകൾ ഈ ദിവസത്തിൽ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും അല്ലാഹുവിനെ ധാരാളമായി കൊണ്ട് ദിക്ർ ചെയ്യുകയും അവനെ തക്ബീർ ചെയ്യുകയും തിന്നുകയും കുടിക്കുകയും ചെയ്ത് ഈ ദിവസം ആഘോഷിക്കുന്നവരാണ്, ഈ ദിവസത്തിൽ സന്തോഷിക്കുന്നവരാണ്. യൗമു അറഫ അത് ഈദിന്റെ ദിവസമാണ്. യൗമുൻ നഹർ അതായത് ദുൽഹിജ്ജ 10 അത് ഈദിന്റെ ദിവസമാണ്. അയ്യാമുത് തശ്രീഖ് യൗമുൻ നഹറിന് ശേഷമുള്ള 3 ദിവസങ്ങൾ അതെല്ലാം ഈദിന്റെ ദിവസമാണ്. ജാഫി ഹദീസ് ഉഖബത ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ യൗമു അറഫ വയൗമുൻ നഹർ വഅയ്യാമുത് തശ്രീഖ് ഈദുനാ അഹ്ലൽ ഇസ്ലാം വഹിയ അയ്യാമു അക്ലിൻ വശുർബ്. യൗമു അറഫ ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം പെരുന്നാളിന്റെ ദിവസമാണ്. യൗമുൻ നഹർ ദുൽഹിജ്ജ 10 വഅയ്യാമുത് തശ്രീഖ് അതിനുശേഷമുള്ള 3 ദിവസങ്ങൾ മുസ്ലിമീങ്ങളുടെ ഈദിന്റെ ദിവസമാണ്, അത് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന ദിവസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ ദിവസത്തിൽ അവന്റെ മഹത്തായ ഒരു ഇബാദത്തിനെ നിയമമാക്കിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സുന്നത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കിതാബിലൂടെയും നമ്മെ അത് ഓർമ്മപ്പെടുത്തി. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം
അവന്റെ ഏറ്റവും അഫ്ളലായ ഏറ്റവും ഉന്നതമായ അമലിൽപ്പെട്ടതാണ് ഇബാദത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുഅ്മിനെയും ഒരു കാഫിറിനെയും വേർതിരിക്കപ്പെടുന്ന ഇബാദത്താണ് അത് നമസ്കാരം എന്നത്. ഖാല അല്ലാഹു അസ്സ വജൽ ഫസല്ലി ലിറബ്ബിക വൻഹർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടായിക്കൊണ്ട് നബി സല്ലല്ലാഹു തആല കൽപ്പിച്ചു, നിന്റെ റബ്ബിനു വേണ്ടി നിസ്കരിക്കുകയും ബലിയറുക്കുകയും ചെയ്യുക. അഞ്ചു നേരത്തെ നമസ്കാരങ്ങൾ പൊതുവായിക്കൊണ്ടും ഈ ദിവസത്തിൽ ഈദിന്റെ നമസ്കാരം പ്രത്യേകമായിക്കൊണ്ടും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുരുഷന്മാരോടും സ്ത്രീകളോടും ഈദ് നമസ്കാരത്തിന് വേണ്ടി പുറപ്പെടാൻ വേണ്ടി കൽപ്പിച്ചത്. ആർത്തവകാരികളായ സ്ത്രീകളോട് പോലും ഈ ദിവസത്തിന്റെ ഖൈറും ബറക്കത്തിനും സാക്ഷ്യം വഹിക്കുന്നതിനു വേണ്ടി മുസല്ലകളിലേക്ക് പുറപ്പെടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അടുക്കൽ ഏറ്റവും ഇഷ്ടപ്പെട്ട, അവന് ഏറ്റവും പ്രിയപ്പെട്ട ഇബാദത്താണ് നമസ്കാരം എന്നത്. സബത ഫി സ്വഹീഹൈൻ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, ഏത് അമലാണ് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഏറ്റവും അല്ലാഹുവിന് പ്രിയങ്കരമായിട്ടുള്ള അമൽ ഏതാണ്? ഖാല അസ്സലാത്തു അലാ വഖ്തിഹാ. നമസ്കാരം അതിന്റെ വഖ്തിൽ നിർവഹിക്കലാണ്. ആ നമസ്കാരം കാത്തു സൂക്ഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. ഹാഫിദു അലസ്സലവാതി വസ്സലാത്തിൽ വുസ്താ വഖൂമു ലില്ലാഹി ഖാനിതീൻ. സഹോദരങ്ങളെ, ഈ ദിവസത്തിലെ മറ്റൊരു ദീനിന്റെ മഹത്തായ ശആയിറുകളിൽപ്പെട്ട ഒരു ചിഹ്നമാണ്, മതത്തിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ട ചിഹ്നമാണ് അൽ-ഉദ്ഹിയ, ബലിയറുക്കൽ എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അവന്റെ മുഅ്മിനീങ്ങളായിട്ടുള്ള അടിമകൾ അവരുടെ ബലിമൃഗങ്ങളെ അറുത്തുകൊണ്ട് അല്ലാഹുവിലേക്ക് സാമീപ്യം തേടുന്ന ദിവസമാണിത്. അതുകൊണ്ടാണ് ഇതിന് യൗമുൽ അദ്ഹ, ബലിയുടെ ദിവസം എന്നറിയപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈദിന്റെ ദിവസം ബലിയറുത്തു. 2 ആടുകളെ ബലിയറുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം കൽപ്പിച്ചതായി കാണാം. ഖാല അലൈഹി സ്വലാത്തു വസ്സലാം ഇന്ന അവ്വല മാ നബ്ദഉ ഫീ യൗമിനാ ഹാദാ അൻ നുസല്ലിയ ثم نرجع ثم ننحر. ഇന്നേ ദിവസം നാം ഏറ്റവും ആദ്യം ആരംഭിക്കുന്നത് നമസ്കാരം കൊണ്ടാണ്, അതായത് ഈദ് നമസ്കാരം. ഈദ് നമസ്കാരം ആരംഭിച്ച് ثم نرجع, പിന്നെ നമ്മൾ മടങ്ങുകയാണ് നമ്മുടെ വീടുകളിലേക്ക്, നമ്മുടെ താമസ സ്ഥലങ്ങളിലേക്ക്. ഫനൻഹറ, എന്നിട്ട് ബലിയറുക്കുകയും ചെയ്യുകയാണ്. ആരാണോ അപ്രകാരം നിർവഹിച്ചത് തീർച്ചയായും അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് കരസ്ഥമാക്കിയിരിക്കുന്നു. സഹോദരങ്ങളെ, ബലിയറുക്കുക എന്നത് ഇസ്ലാമിന്റെ മഹത്തായ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരവുമായി കൊണ്ട് ആ മഹത്തായ ഇബാദത്തിനെ ചേർത്തി പറഞ്ഞിട്ടുള്ളത്. ഫസല്ലി ലിറബ്ബിക വൻഹർ, നിന്റെ റബ്ബിനു വേണ്ടി നീ ബലിയറുക്കുക, നിന്റെ റബ്ബിനു വേണ്ടി നമസ്കരിക്കുക. അപ്പൊ നമസ്കാരമാകട്ടെ ബലികർമ്മമാകട്ടെ അത് ഇഖ്ലാസോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി മാത്രമായിരിക്കണം. അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി ബലിയറുത്തുകൂടാ, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി നമസ്കരിച്ചുകൂടാ, അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി യാതൊരു ഇബാദത്തും നാം പ്രവർത്തിച്ചുകൂടാ. സഹോദരങ്ങളെ, ഈ ദിവസത്തിന്റെ മറ്റൊരു പ്രത്യേകത, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഉന്നതമാക്കിയിട്ടുള്ള ദിവസമാണ്. قال النبي عليه الصلاة والسلام كما جاء في حديث عبد الله بن قرط رضي الله تعالى عنه قال عليه الصلاة والسلام أعظم الأيام عند الله تبارك وتعالى يوم النحر ثم يوم القر. അല്ലാഹു തആലയുടെ അടുക്കൽ ഏറ്റവും ഉന്നതമായ ദിവസം അത് നഹറിന്റെ ദിവസമാണ്, ദുൽഹിജ്ജ 10, പിന്നെ യൗമുൽ ഖർ ദുൽഹിജ്ജ 11. സഹോദരങ്ങളെ, ഈ ദിവസത്തിന്റെ മറ്റൊരു മഹത്തായ ഫദ്ലിൽപ്പെട്ടതാണ്, അതിന്റെ ഏറ്റവും ഉന്നതമായ മഹത്വത്തിൽപ്പെട്ടതാണ് ഈ ദിവസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് അവനെ ദിക്ർ ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ദിക്ർ ചെയ്യാൻ നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു. ഖാല അല്ലാഹു അസ്സ വജൽ വലദിക്റുല്ലാഹി അക്ബർ. അല്ലാഹു തആലയെ ഓർമ്മിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും മഹത്തായ കാര്യം, ഏറ്റവും വലിയ കാര്യം. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചു, നമ്മെ ഓർമ്മപ്പെടുത്തി, ലൻ യനാലല്ലാഹ ലുഹുമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും കദാലിക സഖറഹാ ലക്കും ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വബശ്ശിരിൽ മുഹ്സിനീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിൽ നിങ്ങൾ അറുക്കുന്ന ബലിമൃഗത്തിന്റെ മാംസമോ അതിന്റെ രക്തമോ അല്ലാഹുവിങ്കൽ എത്തുന്നതേയില്ല, നേരെ മറിച്ച്
നേരെ മറിച്ച് വലാകിൻ യനാലുഹു തഖ്വാ മിൻകും, നിങ്ങളിൽ നിന്നുള്ള തഖ്വയാണ് അല്ലാഹുവിങ്കൽ എത്തിച്ചേരുന്നത്. അല്ലാഹു തആല പരിഗണിക്കുന്നത് നിങ്ങളുടെ തഖ്വയാണ്. എന്തിനു വേണ്ടിയാണ്? ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തക്ബീർ ചെയ്യുക. അല്ലാഹു തആല നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിന്റെ പേരിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് മാർഗ്ഗദർശനം നൽകിയതിന്റെ പേരിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ നേരായ വഴിയിലേക്ക് നയിച്ചതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തക്ബീർ ചെയ്യാൻ അല്ലാഹു തആല ഈ ആയത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ ദിവസത്തിൽ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിയമമാക്കപ്പെട്ടിട്ടുള്ളതാണ് സ്വദഖ ചെയ്യുക എന്നത്. ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമൽ അദ്ഹ ഔ യൗമൽ ഫിത്ർ ഫമറ അല നിസാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ഹയുടെ ദിവസം അല്ലെങ്കിൽ ഫിത്റിന്റെ ദിവസം, ഈദിന്റെ ദിവസത്തിൽ പുറപ്പെടുകയും അങ്ങനെ സ്ത്രീകളുടെ സമീപത്ത് കൂടി കടന്നു പോവുകയും ചെയ്തു. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലമ യാ മഅ്ശറൻ നിസാ തസദ്ദഖ്ന, സ്ത്രീകളുടെ സമൂഹമേ നിങ്ങൾ സ്വദഖ ചെയ്യുക. ഫഇന്നി ഉരീതുകുന്ന അക്സറ അഹ്ലിൻ നാർ, തീർച്ചയായും എനിക്കിതാ കാണിക്കപ്പെട്ടിരിക്കുന്നു നരകത്തിന്റെ ആളുകളിൽ കൂടുതലായിക്കൊണ്ട് നിങ്ങളെ എനിക്ക് കാണിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സ്ത്രീകൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അതെന്തുകൊണ്ടാണ്? തക്ഫുർനൽ ലഅൻ ഔ തക്സുർനൽ ലഹൻ നിങ്ങൾ കൂടുതലായിക്കൊണ്ട് ശാപവാക്കുകൾ പറയുന്നവരും ഭർത്താക്കന്മാർ നിങ്ങൾക്ക് ചെയ്തു തരുന്ന ആ നിഅമത്തുകളെ അല്ലെങ്കിൽ ആ നന്മകളെ നിങ്ങൾ മറന്നു പോകുന്നവരും അതിനെ അവഗണിച്ച് കളയുന്നവരും നന്ദികേട് കാണിക്കുന്നവരുമാണ്. സഹോദരങ്ങളെ, ഈ ദിവസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ ശറഅക്കിയിട്ടുള്ള മറ്റൊന്നാണ് അല്ലാഹു തആലയ്ക്ക് ശുക്ർ ചെയ്യുക എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ എണ്ണമറ്റ അനുഗ്രഹങ്ങളുടെ പേരിൽ, അല്ലാഹു തആല നമുക്ക് നൽകിയ പരസ്യവും പരോക്ഷവുമായിട്ടുള്ള ധാരാളം നിഅമത്തുകളുടെ പേരിൽ, നമുക്ക് ഹിദായത്ത് നൽകിയതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ബലിമൃഗങ്ങളെ നമുക്ക് അധീനപ്പെടുത്തി തന്നതിന്റെ പേരിൽ, കീഴ്പ്പെടുത്തി തന്നതിന്റെ പേരിൽ ഖാല അല്ലാഹു അസ്സ വജൽ قال الله عز وجل كذلك سخرناها لكم لعلكم تشكرون. അല്ലാഹു തആല പറയുകയാണ്, ആ ബലിമൃഗങ്ങളെ നിങ്ങൾക്ക് നാം അധീനപ്പെടുത്തി തന്നിട്ടുള്ളത് നിങ്ങൾ അല്ലാഹുവിന് ശുക്ർ ചെയ്യുന്നവരാകാൻ വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ മഹത്തായ അനുഗ്രഹത്തിന്റെ പേരിൽ, അതല്ലാത്ത ധാരാളക്കണക്കിന് എണ്ണമറ്റ അനുഗ്രഹങ്ങളുടെ പേരിൽ, എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത അനുഗ്രഹങ്ങളുടെ പേരിൽ നാം അല്ലാഹുവിന് ധാരാളമായി ശുക്ർ ചെയ്യേണ്ടതാണ്. വഇൻ തഉദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സൂഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ ദിവസത്തിൽ നമുക്ക് ഇവിടെ ഒത്തുചേരാൻ അവസരം നൽകി, അതിന് തൗഫീഖ് നൽകി. ഈ സമയത്ത് നമ്മുടെ സഹോദരങ്ങളെ നാം ഓർക്കേണ്ടതുണ്ട്. ഫലസ്തീനിലും മറ്റ് രാജ്യങ്ങളിലും കഷ്ടത അനുഭവപ്പെടുന്ന, ഇസ്ലാമിന്റെ ശത്രുക്കളാൽ പീഡിപ്പിക്കപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നാം ദുആ ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായും ഒരു സഹോദരൻ തന്റെ സഹോദരന് വേണ്ടി അവന്റെ അസാന്നിധ്യത്തിൽ ചെയ്യുന്ന ദുആ ഉത്തരം ചെയ്യപ്പെടാൻ സാധ്യതയുള്ളതാണ്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ദആ لأخيه بظهر الغيب من دعا لأخيه بظهر الغيب فقال الملك الموكل به آمين ولك بمثل. തീർച്ചയായും ഒരു സഹോദരൻ തന്റെ സഹോദരന് വേണ്ടി അവന്റെ അസാന്നിധ്യത്തിൽ ചെയ്യുന്ന ദുആ, ആ ദുആക്ക് അതിനേർപ്പെടുത്തിയിട്ടുള്ള ഒരു മലക്ക് അവൻ അത് ആമീൻ പറയുന്നതാണ്. ആ മലക്ക് ഇപ്രകാരം പറയും, നീ ദുആ ചെയ്തതുപോലെ അവന് ലഭിക്കുന്ന അതേ നന്മ നിനക്കും ലഭിക്കട്ടെ എന്ന് ആ മലക്ക് ആമീൻ പറയുന്നതാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസത്തിൽ നാം തക്ബീർ ചൊല്ലേണ്ടതുണ്ട്. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ശുക്ർ ചെയ്യേണ്ടതുണ്ട്. ഈ ദിവസം എന്നാൽ അത് സന്തോഷത്തിന്റെ ദിവസമാണ്, ആഘോഷത്തിന്റെ ദിവസമാണ്. മുസ്ലിമീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ ഈ മഹത്തായ നിഅമത്തിൽ സന്തോഷിക്കുന്നവരാണ്. എന്നാൽ അവരുടെ സന്തോഷം അല്ലാഹുവിന്റെ തഖ്വയിൽ പാലിച്ചുകൊണ്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശആയിറുകളെ, അല്ലാഹുവിന്റെ മതചിഹ്നങ്ങളെ ആദരിച്ചുകൊണ്ടായിരിക്കണം. തീർച്ചയായും അത് തഖ്വയിൽപ്പെട്ടതാണ്. ذلك لمن يعظم شعائر الله فإنها من تقوى القلوب فنسأل الله العلي العظيم بمنه وكرمه وفضله وإحسانه أن يوفقنا وإياكم لكل خير وأن يجنبنا وإياكم كل شر وضير. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا شقيا ولا محروما. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين. اللهم انصر إخواننا المستضعفين المسلمين في فلسطين، اللهم انصرهم، اللهم كن عونا لهم، اللهم ناصرهم، اللهم انصرهم نصرا مؤزرا. وصلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين. إن الحمد لله